ആരാ? ഇത് ഞാനാണ്. കഥകു തുറക്ക. ആരാന്ന് പറയേ. ആരാണെന്നറിയാതെ നീ കഥകു തുറക്കില്ലേ? ഈ വാതിൽ തുറക്കാൻ എനിക്ക് നിന്റെ സഹായം വേണ്ട. അയ്യോ, എനിക്ക് പേടിയാവണം. എന്നോടോ ഇല്ല, ഞാൻ വരില്ല. വരാനേ പറയുന്നത്. വാ എന്നോടൊപ്പം. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ. അയ്യോ. നിഴലുറങ്ങും വീഥികൾ. നാടകം. പങ്കെടുക്കുന്നവർ: ഹരികുമാരൻ തമ്പി, GR നന്ദകുമാർ, നടുവട്ടം സത്യശീലൻ, ഗിരീഷ് സോപാനം, മണികണ്ഠൻ മടവൂർ, അനിൽ കോട്ടയം, നിതുന നെവിൽ, ലിസി ജോസ്, ദുർഗ രാജു. ശബ്ദലേഖന സഹായം നിസാമുദ്ദീൻ M. നാടകരചന സംവിധാന സഹായം ഹരിചന്ദന മഠം രതീഷ് J. അയ്യർ. സംവിധാനം M. രാജീവ് കുമാർ. നിഴലുറങ്ങും വീഥികൾ. ഇല്ലത്തമ്മേ. ആരാ? ഇത് ഞാനാ, ശങ്കുവാര്യർ. വാര്യരോ? എന്താ എത്ര പുലർച്ചയ്ക്ക്? അത് പിന്നെ തിരുമേനി അകത്തില്ലേ? അദ്ദേഹം തൊടിയിലേക്ക് പോയി കഴിഞ്ഞല്ലോ. എന്താ വാര്യര് ഒരു പരിഭ്രമം? നമ്മുടെ കുട്ടിക്കാവ് നീലാംബരിയോ? അവൾ ഇതേവരെ എണീറ്റിട്ടില്ല. ഇന്നലെ പാതിരാ വരെ ഇരുന്ന് ടിവിയും കണ്ടിട്ട് കിടന്നതാ. എണീക്കും 7-7:30 മണിയെങ്കിലും ആവും. ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ദുശീലങ്ങളാണേ. അത് പിന്നെ ഇല്ലത്തമ്മേ, നീലാംബരി കുട്ടി ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്നോ? വാര്യരെന്ത് വിഡിത്താ പോലമ്പണത്? അതേ ഇല്ലത്തമ്മേ, അത് പിന്നെ ഞാൻ എങ്ങനെ? എന്താ വാര്യരെ? ഇല്ലത്തമ്മേ, നീലാംബരി കുട്ടി യക്ഷിക്കാവിലെ പാലച്ചോട്ടിൽ ബോധമില്ലാണ്ട്. അയ്യോ, എന്റെ കാവിലമ്മേ, ഞാൻ എന്തായി കേക്കണേ? സത്യായില്ലത്തമ്മേ, ഞാൻ അവിടുന്ന് വരണത്. എന്റെ ഭഗവതി, ഇന്നലെ രാത്രി ഇവിടുത്തെ മുറിയിൽ കിടന്നുറങ്ങി എന്റെ കുട്ടി യക്ഷിക്കാവിൽ കിടക്കണോന്നോ? എന്താ വാര്യരെ ഞാൻ ഈ കേക്കണത്? രാവിലെ കാവിൽ പൂജ കഴിക്കാൻ പോയ മഹാദേവൻ നമ്പൂതിരിയുടെ മോൻ കൃഷ്ണനുണ്ണിയാ കുട്ടി കിടക്കണത് ആദ്യം കണ്ടത്. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. വാര്യരെ, എവിടുണ്ട് എന്റെ കുട്ടി? ഇല്ലത്തമ്മ, ഇങ്ങനെ കരയാതെ. ചെറിയൊരു ബോധക്ഷയം അത്രേ ഉള്ളൂ നീലാംബരി കുഞ്ഞിന്. ഞാനിങ്ങോട്ട് വരുമ്പോ മഹാദേവൻ തിരുമേനിയും കൃഷ്ണനുണ്ണിയും ചേർന്ന് മോളെ അവരുടെ ഇല്ലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ വാര്യരെ. ശരിയില്ലത്തമ്മേ. പിന്നെ വഴി കാണുന്നവരോടൊക്കെ നീലാംബരി കുട്ടിക്കാവ് യക്ഷിപ്പാലത്തൊട്ടി ബോധമില്ലാണ്ട് കിടക്കണുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. നാട്ടുകാർക്ക് പിന്നെ അത് മതി വേണ്ടാതിനം പറയാൻ. ഇല്ല, ഞാനൊന്നും പറയണില്ല. എന്നാ ഇല്ലത്തമ്മ പൊക്കോളൂ. തൊടിയിന്ന് തിരുമേനിയും കുട്ടി ഞാൻ ദാ ഇപ്പൊ വന്നേക്കാം. നീലാംബരി, എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയതാണാവോ? എന്റെ ഭഗവതി. കൃഷ്ണുണ്ണി മോനെ, നീ ഓടിപ്പോയി മാറാത്ത ഡോക്ടർ കുട്ടിയെ പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ മോനെ. മാറാത്ത ഡോക്ടർ അവിടെ ഇല്ല.
ഞാനിപ്പോ പോയിട്ട് വന്നതേ ഉള്ളൂ. അയ്യോ, ഇനി എന്താ ചെയ്യാ മഹാദേവ, എന്റെ മോള്. ചേച്ചി കരയാതിരിക്കൂ. നീലാംബരിക്ക് ഒരു ചെറിയ ബോധക്കേടാ, ഇപ്പൊ മാറും. മോനെ കൃഷ്ണനുണ്ണി, നീ വേഗം കളപ്പുരയ്ക്കൽ ചെന്ന് അച്യുതമേനോട് അയാളുടെ കാർ ഇത്തടം വരെ ഒന്ന് കൊണ്ടുവരാൻ പറയോ. അതെ, അമ്മാവനും വരുമാവനും വരണു. മഹാദേവ, കൃഷ്ണനുണ്ണി, മോൾക്ക് എന്താ പറ്റിയത്? ഒന്നും അറിയില്ല അമ്മാവ. പൂജ ചെയ്യാൻ ചെല്ലുമ്പോ യക്ഷിപ്പാലച്ചോട്ടിൽ നീലാംബരി കിടക്കുകയായിരുന്നു. കുട്ടിയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു നോക്കിയില്ലേ? കുറെ തളിച്ചു നോക്കി, ബോധം വീണില്ല. അല്ല, ഇതെന്താ കൃഷ്ണനുണ്ണി മിഴിച്ചങ്ങട് നിക്ക? വേഗം പോയി വണ്ടി വിളിച്ചോണ്ട് വരൂ. വണ്ടി വിളിക്കാൻ വരട്ടെ. വരേ, നമുക്ക് ചെറിയൊരു പ്രയോഗം നടത്തി നോക്കാം. ഒരു കിണ്ടി വെള്ളത്തില് കുറച്ച് തുളസിയിലയും കുരുന്ന് വെറ്റില മഞ്ഞൾ തൂകി അരച്ചതും ചേർത്ത് ഇങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവരും. ഇപ്പൊ തരാം. എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയതാണോ ഈശ്വരാ. നില വിളിച്ച ആളെ കൂട്ടണ്ട സാവിത്രി. വെറുതെ നാട്ടാർക്ക് പറഞ്ഞു നടക്കാൻ ഒരു വർത്താനം നാമായിട്ട് സൃഷ്ടിക്കണോ? ഇല്ലത്ത് ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ. ഓ ശരിയാ, ഇല്ലത്തെ കന്യകളായ പെൺകുട്ടികൾ പാതിരാവിൽ തനിയെ നടന്ന് യക്ഷിക്കാവിലെ പാലച്ചോട്ടിലെത്തും. വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിരുന്നു. കാവിലെ യക്ഷമിക്ക് പീഠമൊരുക്കി 7 നാൾ നീണ്ട ഉഗ്രകർമ്മത്തിലൊടുവിലാ അമ്മയെ ശാന്തമാക്കിയത്. അതെ, തൃക്കണ്ണാപുരം ഭട്ടതിരി അദ്ദേഹത്തിന്റെ ശക്തിപൂജ ഒന്നുകൊണ്ട് തന്നെയാ പ്രശ്നങ്ങളെല്ലാം ശമിച്ചത്. അമ്മയ്ക്ക് അഹിതമായ എന്തോ സംഭവിച്ചിരിക്കണം. അതുകൊണ്ടാണല്ലോ 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ സംഭവിച്ചത്. അമ്മേ, എന്റെ ദേവി, അവിടെ നിന്ന് എന്തിനാണ് ഇങ്ങനെ കലി കൊള്ളണത്? അറിവില്ലാണ്ട് ആരേലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി തരണം. തിരുമേനി, ദാ കിണ്ടി. ഇനി ഒരല്പനേരത്തേക്ക് ആരും ഒന്നും മിണ്ടരുത്. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരമൂർത്തയേ അമൃതകലശഹസ്ഥായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ. വരേ, ദാ ഈ ജലം കുട്ടിയുടെ കാൽക്കലേക്ക് ധാര ചെയ്തോളൂ. ഓ നീലാംബരി, കുട്ടി, നീലാംബരി മോളെ, കണ്ണു തുറക്കുക. ഞാനിത് എവിടെയാ ഞാൻ? ആശ്വാസായി, കാവിലമ്മ കാത്തു. എന്റെ മോളെ, ഞാനിത് എവിടെയാ? എന്താ ഇതൊക്കെ? മാധവ മാമേ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നീലാംബരി മോളെ ആരാ യക്ഷിക്കാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? മഹാദേവ മാമ എന്തായി പറയണേ? എന്നെ യക്ഷിക്കാവി കൂട്ടിക്കൊണ്ടു പോയിന്നോ? ആര്? നീലാംബരി, ഇയാൾ യക്ഷിക്കാവിലെ പാലച്ചോട്ടിൽ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. എന്താ ഉണ്ണിയേട്ടായി പറയണേ? ഞാൻ പാലച്ചോട്ടില്? അതെങ്ങനെയാ? നീലാംബരി കുഞ്ഞിനെ ഇന്നലെ രാത്രിയിലോ ഇന്ന് പുലർച്ചയ്ക്കോ ആരെങ്കിലും വിളിച്ച് നമ്മുടെ ഇല്ലത്തിന് പുറത്ത് ഇറക്കിയിരുന്നോ? ഇല്ല ഭാര്യര് മാമേ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ അച്ഛ ഇങ്ങനെ? ആരേലും വന്ന് വിളിച്ച ഇറങ്ങി ചെല്ലണ പെൺകുട്ടിയാ ഞാൻ. ആട്ടെ, നീലാംബരിക്ക് സ്വപ്നാടന ശീലമെങ്ങാനും ഉണ്ടോ? ഈ ഉറക്കത്തില് എഴുന്നേറ്റ് നടക്കുന്ന ഒരുതരം ദീനം. അത് പിന്നെ ഇല്ലത്ത് വെച്ച് അങ്ങനെയുള്ള ശീലം ഒന്നും എന്റെ മോക്കുണ്ടായിരുന്നില്ല കൃഷ്ണനുണ്ണി. ഇനി പട്ടണത്തിലെ ഹോസ്റ്റലിൽ നിന്ന് അത്തരത്തിലുള്ള വല്ല ദുശീലവും എന്റെ കുട്ടിക്ക് കിട്ടിയോ എന്തോ. എന്റെ ദേവി, അന്നേ ഞാൻ പറഞ്ഞതാ, ആരോരും ഇല്ലാത്തിടത്ത് നിർത്തിയുള്ള ഈ പഠിപ്പൊന്നും വേണ്ടാന്ന്. ആര് കേക്ക? നീ ഒന്ന് നിർത്തുന്നുണ്ടോ സാവിത്രി? നിനക്കോ പഠിപ്പില്ല, കുട്ടിയെ കൂടി പഠിപ്പില്ലാത്തവളാക്കിയാലേ നിനക്ക് തൃപ്തി വരൂ. അല്ല നീലാംബരി, കൃഷ്ണൻ കേട്ട പോലെ വല്ല ശീലവും നിനക്ക് പുതിയതായി കിട്ടിയിട്ടുണ്ടോ? മടിക്കാതെ പറഞ്ഞോളൂ. അത് പിന്നെ അച്ഛ, ഹോസ്റ്റലിൽ വെച്ച് ചില രാത്രികളിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ആരോ എന്റെ അടുത്ത് വന്ന് എന്നെ കോരിയെടുത്ത് കൊണ്ടുപോകാൻ പോണ പോലെ തോന്നായിരുന്നു. എന്റെ കാവിലമ്മേ, എന്താ മോളെ ഇത്? ഈ കാര്യം എന്തുകൊണ്ടാ ഇതുവരെ നീ ഞങ്ങളോട് പറയാതിരുന്നേ? അത് ഞാൻ ഇതൊക്കെ ഇവിടെ അറിയിച്ച അന്ന് തന്നെ എന്റെ പഠിപ്പ് നിർത്തിച്ച് അച്ഛനും അമ്മ എന്നെ ഇവിടെ തളച്ചിടില്ലേ, അതുകൊണ്ടാ പറയാത്തത്. ഇത് കാവിലമ്മയുടെ വിളയാട്ടം തന്നെയാ, രണ്ടില്ല സംശയം. അപ്പോ എന്നെ യക്ഷിയാണോ പാലച്ചോട്ടി കൊണ്ടുപോയത്? അല്ലാതാരാ? നഗരത്തിലായിരുന്നപ്പം വേണ്ട പോലെ ശുദ്ധവും എടുപ്പില്ലാതെ നടന്നു കാണും. അമ്മേ, വെറുതെ ഓരോന്ന് പറയാതെ, എനിക്ക് പേടിയാവണു. സാവിത്രിയേച്ചി, അതും ഇതും പറഞ്ഞ് മോളെ ഭയപ്പെടുത്തണ്ട. പാലച്ചോട്ടിൽ ബോധമില്ലാതെ കിടന്നു എന്നല്ലാതെ മറ്റൊന്നും നീലാംബരിക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനിക്ക്. അതെ, മുമ്പ് ഇല്ലത്ത് നിന്ന് യക്ഷിക്കാവിലെ പാലച്ചോട്ടിൽ എത്തിപ്പെടുന്ന കന്യകമാർക്ക് പിന്നീട് ഒരിക്കലും സുബോധം കിട്ടിയിട്ടില്ല. ഇതിപ്പോ മഹാമായയുടെ കാരുണ്യം കൊണ്ടാ ആപത്തൊന്നും വന്നുകൂടാത്തത്. ആര് പറഞ്ഞു നേരാ, പരദേവതയുടെ പുണ്യം കൊണ്ടാ മോൾക്കൊന്നും പറ്റാത്ത. അമ്മേ മഹാമായേ, രക്തേശ്വരി, ഇന്ന് കുട്ടിയെ കൊണ്ട് നിലവറയിൽ 1000 വിളക്ക് തെളിയിച്ചേക്കാമേ. വേണം, ഇന്ന് നിലവറയിൽ 1000 വിളക്ക് തെളിയണം. നീലാംബരി കേട്ടല്ലോ? ആ, എന്നാ സാവിത്രി മോളെയും കുട്ടി ഇല്ലത്തേക്ക് പൊക്കോളൂ. ശരി, വാ മോളെ. നീലാംബരി പോകുന്നത് കാണുമ്പോ
ഉള്ളിലൊരു ആന്തല്. എനിക്കും വല്ലാതെ ഭയാവണം. ഒന്ന് തൃക്കണ്ണാപുരം വരെ പൊയ്ക്കൂടെ? ഓണം പോയേ തീരൂ. ഇപ്പൊ കണ്ടത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. കൂടുതലൊന്നും സംഭവിക്കാതെ നോക്കണം. തൃക്കണ്ണാപുരത്ത് അദ്ദേഹം വന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ശരിയാ കൃഷ്ണനുണ്ണി. പക്ഷേ പ്രായാധിക്യം കാരണം ഭട്ടേരിക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നേ സംശയമുള്ളൂ. അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ വായുമാർഗേനെങ്കിൽ അങ്ങനെ എന്ന മട്ടിൽ ഇവിടെ എത്തിക്കണം. ശുഭസ്യ ശീഘ്രം എന്നല്ലേ വാര്യരെ? കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഭട്ടതിരിയെ മംഗലത്ത് എത്തിക്കണം. അതെ മഹാദേവ, അങ്ങനെ വേണം. കൃഷ്ണനുണ്ണി, വാര്യരോടൊപ്പം നീയും പോകണം. ഉവച്ച, പക്ഷേ കാവിലെ അന്തിത്തിരി. അത് ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യേ. ശരിയച്ച. വാ കൃഷ്ണ. സാവിത്രി, എന്തോ? നീലാംബരി എവിടെ? അവൾ വടക്കിനിയിലുണ്ട്. നിലവറയില് 1000 വിളക്കിന് വേണ്ടുന്നതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഉവ്. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താ? നിലവറയില് 1000 വിളക്ക് തെളിയിക്കാൻ ഞാൻ കൂടി. എന്ത് വിഡ്ഢിത്താ സാവിത്രി താനീ കേൾക്കണേ? നിലവറയിൽ 1000 വിളക്ക് തെളിയിക്കുമ്പോൾ നേർച്ചക്കാർ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് അറിയില്ലേ നിനക്ക്? അറിയാം. എന്നാലും നീലാംബരി വല്ലാതെ പേടിച്ചിരിക്കണു. എങ്ങനെയാ കുട്ടിയെ തനിച്ച് നിലവറയിലേക്ക്? തനിച്ചോ? ആര്? 1000 വിളക്ക് തെളിയിക്കാൻ നിലവറയിൽ കയറുന്ന ഒരു നേർച്ചക്കാരനും തനിച്ചായിരിക്കില്ല. ഭാരദേവത ഒപ്പം ഉണ്ടാവും. അയാൾ എത്രയോ തവണ ഒറ്റയ്ക്ക് 1000 വിളക്ക് തെളിയിച്ചിരിക്കണു. അപ്പോഴെങ്ങാനും വല്ലതും സംഭവിക്കണ്ടായോ? ഇല്ല. നീലാംബരിയും പലവട്ടം 1000 വിളക്ക് തെളിയിച്ചിട്ടില്ലേ? ആ സ്ഥിതിക്ക് താൻ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ സാവിത്രിയ നീലാംബരിക്ക് വേണ്ടി 1000 വിളക്ക് നേർന്നത്. ഇത്തരം ദുശങ്ക ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ നേരാൻ പോയെ? അത് അപ്പോഴത്തെ അവസ്ഥയില്. നേർച്ച നേർന്നാൽ അത് ശരിയാവണ്ണം പാലിക്കപ്പെടണം. നീലാംബരി 1000 വിളക്ക് തെളിച്ചുകൊള്ളും. നീ ഇടയ്ക്ക് കയറി ഓരോന്ന് പറഞ്ഞ് മോളെ ഭയപ്പെടുത്താതിരുന്നാൽ മതി കേട്ടോ. ഹലോ, അത് കട്ടായി പോയതാ കൃഷ്ണപ്രിയെ. നീ പറഞ്ഞതെല്ലാം നേരാണോ നീലാംബരി? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ദേവിയാണ് സത്യം. കാവിലെ പാലച്ചോട്ടിൽ ബോധമില്ലാണ്ട് കിടന്ന എന്നെ ആദ്യം കണ്ടത് ഉണ്ണിയേട്ടനാ. ഹോസ്റ്റലിൽ വെച്ച് ഉണ്ടായതുപോലെ തന്നെയാണല്ലോ ഇതും. നീലാംബരി, നീ ധൈര്യമായിരിക്കെ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാം തോന്നലാണെന്ന് കരുതിയാ മതി. അല്ല കൃഷ്ണപ്രിയെ, തോന്നലല്ല, എല്ലാം സത്യ. ഞാൻ എന്തായാലും ഇത് അച്ഛനെ അറിയിക്കാം. വേണം കൃഷ്ണപ്രിയെ. സാറിനോട് നീ ഇതെല്ലാം പറയണം. കഴിയുമെങ്കിൽ രാത്രി തന്നെ ഒന്ന് എന്നെ വിളിക്കാൻ പറയണം. ഹലോ ഹലോ, ഞാൻ സാറിനെ കിട്ടാൻ ഒത്തിരി ട്രൈ ചെയ്തതാ. ഹലോ 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 നീലാംബരി, ഹലോ. കേൾക്കുന്നില്ലല്ലോ. ഛേ, വീണ്ടും കട്ടായി. ഒരു മൊബൈൽ ടവർ പോലും ഇല്ലാത്ത കേരളത്തിലെ ഏക സ്ഥലം ഇവിടെ ആയിരിക്കും. എന്താ എന്താ ശബ്ദം? ആരാ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. എന്താ മോളെ? അവിടെ എന്താ? ആരോ എന്നെ വിളിച്ചുന്നോ? ആര്? എവിടെ വെച്ച്? എന്റെ മുറിയുടെ അടുത്ത് വെച്ച്. ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നിനക്ക് തോന്നിയതാവും മോളെ. രാവിലത്തെ സംഭവങ്ങളെല്ലാം മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിച്ച് നടന്ന ആരെങ്കിലും വിളിച്ചു എന്നല്ല, നേരിട്ട് മുന്നിൽ വന്ന് നിക്കണതായിട്ട് പോലും തോന്നും. ഇത് തോന്നിയതൊന്നും അല്ല അച്ഛ, സത്യമായിട്ടും ഞാൻ കേട്ടത്. എന്താ ഈ കുട്ടി പറയണേ? വിളിക്കാൻ ഇപ്പൊ ഇവിടെ ആരാ ഉള്ളത്? അവിടെ ഒന്നുകൂടെ നോക്കിയേ, ചിലപ്പോ. ഇനി എവിടെ നോക്കാനാ? നിലം മാന്തി പൊളിച്ച് നോക്കണോ? സാവിത്രി, നീ വേണ്ടാതീനം പറഞ്ഞു കൊടുത്ത് മോളെ പേടിപ്പിക്കണ്ട കേട്ടോ. അതിന് ഞാൻ എന്ത് പറഞ്ഞു? നീ ഒന്നും മിണ്ടണ്ട, ഒന്നും. അച്ഛാ, ആ ശബ്ദം വ്യക്തമായി ഞാൻ കേട്ടു. അത് ഇപ്പൊ പിടികിട്ടി അച്ഛാ. എന്ത്? ഇന്നലെ രാത്രി എപ്പോഴോ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിരുന്നു. ഒപ്പം
ഒരു ചിറകടി വെച്ച പോലെ എന്തോ. മോളെ എന്താ ഈ പറയണേ? ഞാൻ പറഞ്ഞത് സത്യാണ് അച്ഛാ. എന്റെ കാവിലമ്മേ, ഇതെന്ത് തിരുവിളയാട്ടമാണ്? മുമ്പ് പാതിരേക്കായിരുന്നു തിരുവിളയാടൽ, ഇനിയിപ്പൊ പകലും കൂടി. അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സാവിത്രി? എന്താ ഞാൻ പറഞ്ഞത് വാസ്തവമില്ലാന്നുണ്ടോ? നിനക്കൊന്നും പറയാതിരുന്നാലെന്താ? തിരുവിളയാട്ടം എന്നൊക്കെ പറഞ്ഞ് മോളെ ഭയപ്പെടുത്തുന്ന എന്തിനാ? സൈക്കോളജിക്ക് പഠിക്കുന്ന കുട്ടിയാ നീലാംബരി. ഇത്തരം കഥകളൊന്നും കുട്ടി വിശ്വസിക്കില്ല. അല്ലേ മോളെ? മോളെ, കുട്ടി താഴേക്ക് ചെല്ല്. മുറ്റത്ത് കൊപ്രയാക്കാനിട്ടിരിക്കുന്ന തേങ്ങാപ്പൂളുകൾ ഒന്ന് ഇളക്കിയിട്ടെ. ആ ചെല്ല്. മോളെ. സാവിത്രി നിൽക്ക്. എനിക്ക് കുറച്ച് കണക്കുകൾ കൂട്ടിയെടുക്കാനുണ്ട്. നീ ഇവിടെ എൻ്റെ ഒപ്പം നിന്നാലേ എനിക്കത് കഴിയൂ. കണക്കോ? എന്തിന്റെ കണക്ക്? ഞാൻ വേണല്ലോ അച്ഛനെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, മോൾക്കറിയില്ല. ഇത് തെക്കേ കണ്ടത്തിലെ നെൽവിൽപ്പനയുടെ കണക്കാ. വിലയിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. സാവിത്രി കൂടി നിന്നാലേ എനിക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റൂ. മോള് താഴേക്ക് ചെന്ന് അച്ഛൻ പറഞ്ഞ പണി ചെയ്യ്. ശരി അച്ഛാ, ഞാൻ പോണു. തെക്കേക്കണ്ടത്തിലെ നെല്ല് വിൽപ്പനയിൽ കൃത്രിമോ? എന്താ ഈ പറയണത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. നീലാംബരിയെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട്. നിന്റെ മനസ്സിലെ തോന്നലുകളൊക്കെ വാസ്തവമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് സാവിത്രി. കാവിലമ്മയുടെ വിളയാട്ടം പകലിലും കൂടി ആയിരിക്കണോ? എന്റെ ഭഗവതി, അയ്യോ, നമ്മുടെ മനസ്സിലെ ഭയപ്പാട് നീലാംബരി അറിയാതെ സൂക്ഷിക്കണം. എനിക്ക് ആകെ പേടിയാവണ്. ഉടനെ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഭയപ്പെടേണ്ട സാവിത്രി. ഇരുള് വീണതിന് മുമ്പ് തൃക്കണ്ണാപുരത്തുനിന്ന് പട്ടേരി ഇങ്ങെത്തും. കുറച്ചു മുമ്പ് വാര്യനെ വിളിച്ചിരുന്നു. അവിടെ നിന്ന് പുറപ്പെട്ടു എന്നും പറഞ്ഞു. മഹാമായ കാത്തു. ഇപ്പോഴാ ഒരാശ്വാസമായത്. തൃക്കണ്ണാപുരത്ത് അദ്ദേഹം എത്തിയാ പിന്നെ പേടിക്കാനൊന്നുമില്ല. മതിച്ചു വന്ന കൊമ്പനെ സ്തംഭിപ്പിച്ച മഹാകർമ്മിയല്ലേ? മുമ്പ് യക്ഷിയമ്മയെ തളച്ച് പ്രീതി കൊടുത്ത് ഇരുത്തിയതും അദ്ദേഹമാണല്ലോ. അതെ, പ്രശ്നങ്ങളെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ പിന്നീട് അത് തകർക്കാൻ പറ്റാത്ത മഹാമേരുവായി മാറും. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ബട്ടേരി അദ്ദേഹത്തിന് പാൽക്കഞ്ഞി നിർബന്ധ. അത് ഉടനെ റെഡിയാക്കണം. കാവിൽ സന്ധ്യാദീപാരാധന നടക്കുന്നു. തൃക്കണ്ണാപുരത്തുനിന്ന് പുറപ്പെട്ടവരെ കുറിച്ച് ഒരു അറിവും ഇല്ലല്ലോ സാവിത്രി. വാര്യര് വിളിച്ചില്ലേ? ഇല്ല, അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടണില്ല. പരിധിക്ക് പുറത്താണെന്നുള്ള ഒരു മറുപടി മാത്രമുണ്ട്. അച്ഛാ, 1000 വിളക്ക് തെളിക്കട്ടെ? അതിപ്പോ എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല, തെളിച്ചോളൂ. സാവിത്രി, നീ നിലവറയുടെ വെളിയിൽ വാതിൽക്കിനടുത്ത് തന്നെ ഉണ്ടാവണം. മോളെ നീലാംബരി, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ. നിലവറയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യം എന്താ അച്ഛാ? അത് പിന്നെ ഒന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. നിലവറ വാതിൽ തുറക്കണതിന് മുന്നേ കാവലിനകത്ത് ധ്യാനിക്കാൻ മറക്കരുത് കേട്ടോ. ശരി അച്ഛാ. മോളെ, ദാ കൊടിവിളക്ക്. 1000 വിളക്കുകളിൽ നെയ്ത്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഭരദേവതയെ ധ്യാനിച്ചങ്ങട് പ്രദക്ഷിണയായി തെളിച്ചാ മതി. ഉവ്വമ്മേ. ദീപം ദീപം ദീപം. കുട്ടിയോടൊപ്പം ചെല്ലൂ സാവിത്രി. താൻ നിലവറയുടെ അടുത്തുനിന്ന് എങ്ങും പോകരുത്. ഇല്ല. വരണം പട്ടാരത്യം. തിരുമേനിക്ക് നാളെ ഒരു പ്രതിഷ്ഠാ ചടങ്ങുള്ളതാ. വളരെ നിർബന്ധിച്ചിട്ടാ കൂടെ പോരാൻ കൂട്ടാക്കിയത്. എവിടെയാണാവോ പ്രതിഷ്ഠ? നാട്ടിൽ തന്നെ തെക്കേ പ്ലാമ്പിള ക്ഷേത്രത്തില്. വിഗ്രഹ ചൈതന്യം ദുശാന്തി മൂലം മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടായിരിക്കണു. ഇളക്കി പ്രതിഷ്ഠ വേണം. പൂജകള് ബ്രാഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ ആരംഭിക്കണം. അവിടത്തേക്ക് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? വേണ്ട. ആട്ടെ, കുട്ടി എവിടെയാ? നിലവറയില് 1000 വിളക്ക് തെളിയിക്കുക. വാര്യര് കാര്യമെല്ലാം പറഞ്ഞിരിക്കണു. 30 കൊല്ലം മുമ്പ് ഞാനും അപ്പൻ തിരുമേനിയും കൂടി പെടാപ്പാട് വെട്ടിട്ട അമ്മയ്ക്ക് കാവിൽ ഒരു ഇരിപ്പുറപ്പ് കിട്ടിയത്. ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ മാത്രം എന്താ കാവിലുണ്ടായതെന്ന് ഒരു പിടിയും കിട്ടണില്ല. കഴിഞ്ഞ അമാവാസി മുതൽ പൂജ കഴിക്കുമ്പോൾ അമ്മയ്ക്കെന്തോ അതൃപ്തി ഉള്ളതുപോലെ തോന്നിയിരിക്കണു. തോന്നലല്ല, വാസ്തവം തന്നെയാണ്. കാവിലമ്മയുടെ കോപത്തിന്റെ ഗന്ധം ഇവിടുത്തെ കാറ്റിനും കൂടിയുണ്ട്. ഇനി എന്താ നാം ചെയ്യേണ്ടത്? കാവിലമ്മയെ പ്രീതിപ്പെടുത്തണം. അത് മതി തൽക്കാലം. കുംഭം കഴിഞ്ഞിട്ട് നമുക്കൊരു ശക്തി പൂജ കഴിക്കാം. അതാവാം. ഇപ്പോ തൽക്കാല ശാന്തിക്ക് എന്തെങ്കിലും. 1000 വിളക്ക് തെളിയിച്ചിട്ട് കന്യക ഇങ്ങ് വരട്ടെ. ആളെ കണ്ടിട്ട് നിശ്ചയിക്കാം. സാവിത്രി, എന്തോ?
നീലാംബരി വിളക്ക് തെളിച്ചു കഴിഞ്ഞോ ആവോ? കഴിഞ്ഞിട്ടില്ലാന്നാ തോന്നണേ. കുട്ടി ഇതുവരെ നിലവറ വിട്ടിങ് ഇറങ്ങിയിട്ടില്ല. ആ, വരുമ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഉവ്വ്. അമ്മേ ഭുവനേശ്വരി, ഈ ഇല്ലത്ത് എന്തൊക്കെയാ നടക്കണത്? ആരാ എന്നെ യക്ഷിക്കാവി കൊണ്ടുവന്നിട്ട്? യക്ഷമ്മയാണോ? ഈ നിലവറയ്ക്കകത്ത് മിണ്ടാതിരിക്കാനാണോ അമ്മയെ ഞങ്ങൾ നിത്യവും ഭജിക്കുന്നത്? യക്ഷിയമ്മ എന്നെ ആകർഷിച്ചോണ്ട് പോവാൻ നേരം അമ്മ എന്താ തടയാഞ്ഞത്? ഓ, നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരിക്കും അല്ലേ? ദാ നോക്കിക്കേ, ഞാൻ 1000 വിളക്ക് തെളിച്ചു കഴിഞ്ഞു. ഇനി എന്റെ മേലെ അപ്രിയൊന്നും തോന്നരുത് കേട്ടോ. സൈക്കോളജി സ്റ്റുഡന്റ് ആണെങ്കിലും മനോബലത്തിൽ ഞാൻ ഒരല്പം പിന്നോക്ക. ദേ, വെറുതെ എന്നെ ഭയപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. അമ്മേ ദേവി കാത്തോളണേ. ആരാ ആരാ? ചോദിച്ചു നിലവിളിച്ചിട്ട് കാര്യമില്ല നീലാംബരി. നീ എത്ര അലറി വിളിച്ചാലും നീ നിലവറ വിട്ട് നിന്റെ ശബ്ദത്തിന്റെ ഒരു കണിക പോലും പുറത്തേക്ക് പോയില്ല. നിനക്കെന്നെ കാണണോ? കണ്ടോ? വിളക്ക് തെളിയിക്കാൻ പോയ കുട്ടിയെ ഇതുവരെ കാണാനില്ലല്ലോ. സാവിത്രി, നീലാംബരി ഇതുവരെ വന്നില്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. അയ്യോ, എനിക്ക് പേടിയാണ്. വരേ കൃഷ്ണനുണ്ണി, നിങ്ങൾ രണ്ടാളും നിലവറയ്ക്കകത്തേക്ക് ചെന്നൊന്ന് നോക്കുക. 1000 വിളക്ക് തെളിയിക്കുമ്പോ നിലവറയ്ക്കകത്തേക്ക് ആരും ചെന്നുകൂടാന്നല്ലേ? അത് തെളിയിക്കുമ്പോഴുള്ള കാര്യം. ഇവിടെ ഇപ്പോ നിലവറയ്ക്കകത്ത് 1000 വിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കും കടന്നു ചെല്ലണതിൽ വിരോധമില്ല. വിളക്ക് തെളിഞ്ഞുന്നോ? അപ്പൊ പിന്നെ നീലാംബരി കുഞ്ഞ് അവിടെ എന്തു ചെയ്യുക? പ്രാർത്ഥിക്കാവും. വരേ കൃഷ്ണനുണ്ണി, ഭട്ടരധ്യം പറഞ്ഞ കേട്ടില്ലേ? പെട്ടെന്ന് നിലവറയിലേക്ക് നിന്ന് നീലാംബരി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളൂ. വാ കൃഷ്ണനുണ്ണി. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ, പെട്ടെന്ന്. എന്തേ ഭട്ടരധ്യം, അങ്ങയുടെ മുഖത്തൊരു സംഭ്രമം എന്താ? ഹേയ്, ഒന്നുമില്ല. ഒരു ദുർനിമിത്തം. അത് വ്യാഖ്യാനിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അയ്യോ എന്റെ മോളെ, അയ്യോ. എന്താ സാവിത്രി? വേഗം ഒന്നങ്ങോട്ട് ചെല്ലുക. എന്താ നീലാംബരിക്ക് എന്താ പറ്റിയത്? കൃഷ്ണനുണ്ണി, അയ്യോ വരേ. നീലാംബരി 1000 വിളക്കിന് ചോട്ടിൽ ബോധമില്ലാണ്ട് കിടക്കണം. ഭാഗ്യത്തിനാ ദേഹത്ത് പിടിക്കാത്തത്. നാളങ്ങളോട് ചേർന്നായിരുന്നു കിടപ്പ്. കുട്ടിയെ ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന് കിടത്തുക. തലയിൽ അങ്ങനെ പിടിച്ചോളൂ. അത് തന്നെ, അങ്ങനെ തന്നെ. അവിടേക്ക് കിടത്തിക്കോളൂ. തല കിഴക്കിന് വരണം കേട്ടോ. അയ്യോ, എന്റെ കുട്ടിയുടെ കിടപ്പ് കണ്ടോ എന്റെ മോളെ. അയ്യോ, അന്തർജനം കരയണ്ട, ആപത്തൊന്നുമില്ല. എന്തോ കണ്ട് പേടിച്ചുണ്ടായ ഒരു മോഹാലസ്യം, അത്രേ ഉള്ളൂ. കൃഷ്ണനുണ്ണി, കുറച്ച് വെള്ളം വേഗം എടുത്തിട്ട് വരൂ. മുഖത്ത് കുടഞ്ഞു നോക്കാം. ഏയ് വേണ്ട, അതുകൊണ്ട് കാര്യമില്ല. മിഴി തുറക്കില്ല കുട്ടി. പിന്നെന്ത് വേണം? ചൊല്ലി ഒഴിക്കണോ? രാവിലെ ചൊല്ലി ഒഴിച്ച ബോധം തെളിയിച്ചത്. അത് പാടില്ലായിരുന്നു. ചൊല്ലി ഒഴിക്കല് അവസാന കയ്യാ. ഈ കുട്ടിയുടെ കാര്യത്തില് അതിന്റെ ആവശ്യമില്ല. കുട്ടിയുടെ വലത് കരം ഉയർത്തിക്കേ. അങ്ങനെ തന്നെ. ആ കൈ ഇങ്ങോട്ട് കാട്ടിയേ. ദേ, മണിബന്ധത്തിനടുത്തായുള്ള ഈ ഞരമ്പ് കണ്ടോ? ഇതിലൊരു ചെറിയ മർദ്ദം, അത്രേ വേണ്ടൂ. കുട്ടിയെ കണ്ണ് തുറക്കുക.
ഇന്ന് ആളെ നേർക്ക് നേർ കണ്ടു ലേ? ഞാനൊരു വേണ്ട, പ്രയാസപ്പെടണ്ട. കണ്ട കാഴ്ച പുറത്തു പറയാൻ കുട്ടിയെ കൊണ്ടാവില്ല. നാവിന്മേല് വിലക്ക് വീഴും. കുട്ടി എഴുന്നേൽക്ക. അദ്ദേഹം ഞങ്ങളുടെ മോളെ രക്ഷിക്കണം. ദാ ഈ ഉറുക്ക് കെട്ടിക്കോളൂ കുട്ടിയെ. മോളെ, ഈ ദക്ഷിണ അങ്ങോട്ട് ഏൽപ്പിച്ച് ഉറുക്ക് വാങ്ങിക്കോളൂ. ഇത് കഴുത്തിൽ അണിയണം. അണിയുമ്പോ ഉമിനീരിറക്കാൻ പാടില്ല കേട്ടോ. ആ, ഉറുക്ക് ബന്ധിച്ചല്ലോ. ഇനി ഒന്നും പേടിക്കാനില്ല. അന്തർജനം കുട്ടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇളം ചൂടുവെള്ളത്തില് തേൻ ചാലിച്ചു കൊടുക്കുക. എന്താ പട്ടേരദ്യം? നീലാംബരി എന്താ നിലവറെ കണ്ടേ? എന്തോ ഒന്ന് വ്യക്തമായി പറയണേൽ കവടി വെക്കണം. അതിനെന്തായാലും ഇന്ന് തരില്ല. എങ്കിലും അങ്ങയുടെ ദൃഷ്ടിയിൽ അതെന്താവും എന്നൊന്ന് ഒരു നിശ്ചയമെങ്കിലും അത് പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിച്ചാ ദേവി ഉപാസന നടക്കണ നിലവറയില് ദുർമൂർത്തികൾ ആരും കടന്നു വരില്ല എന്നറിയാലോ. ഒരു പക്ഷേ കുട്ടി അമ്മ മഹാമായയുടെ ചിലമ്പലി ഒച്ച കേട്ട് വീണുപോയതാവാം. അല്ലെങ്കിൽ വെറും ഒരു ഭ്രമം. സ്വന്തം നിഴലിനെയോ മറ്റോ കണ്ട് ഭയന്നത്. അതിനേ വഴിയുള്ളൂ. കാരണം എന്താച്ചാ ബാധാദൃഷ്ടി ഏറ്റതിന്റെ ഒരു ലക്ഷണവും അക്കുട്ടിയിലില്ല. പക്ഷെ നാവിൻ തുമ്പില് ഒരു വിലക്ക് കാണുന്നുണ്ട്. അത് സംഭ്രമ നിമിത്തം ഉണ്ടായതാവാനേ തരുള്ളൂ. കുട്ടിക്കൊരു ധൈര്യം ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഉറുക്ക് നൽകിയത്. പിന്നെ നിങ്ങളായിട്ട് ഓരോന്ന് പറഞ്ഞ് കുട്ടിയെ ആകുലപ്പെടുത്താതിരുന്നാൽ മതി കേട്ടോ. അപ്പോ നാം അങ്ങടെ പുറപ്പെടുകയാ. ഇപ്പൊ തിരിച്ചാലേ പാതിരാത്രിക്കെങ്കിലും ഇല്ലത്തെത്തൂ. അതിരാവിലെ പൂജകൾ തുടങ്ങാനുള്ളതാ. നീലാംബരിയുടെ കാര്യത്തില് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അഥവാ അങ്ങനെ വല്ലതും സംഭവിച്ച 7 നാൾ കഴിഞ്ഞ് ഇല്ലത്ത് വന്ന് അറിയിക്കുക. നമുക്ക് വഴി പോലെ എല്ലാം അങ്ങോട്ട് ചെയ്യാം. എന്താ? പാൽക്കഞ്ഞി ആയിട്ടുണ്ട്, അത് കുടിച്ചിട്ട്. വേണ്ട, വ്രത എന്ന് അപ്പൊ പറഞ്ഞ പോലെ. മടക്കയാത്രയ്ക്ക് തുണയായി ഇവിടുന്ന് ആരെങ്കിലും? വേണ്ടാന്നേ, കാറിൽ ഡ്രൈവർ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. അപ്പോ രാത്രിയിൽ യാത്രയില്ല. അങ്ങനെ ആവട്ടെ. നീലാംബരി, മുറി അടച്ചിരുന്ന് ഈ കുട്ടി എന്തെടുക്കുക? അത്താഴം എടുത്ത് വെച്ചിരിക്കണു. വരൂ. എനിക്കിപ്പോ വേണ്ട അമ്മേ, ഒട്ടും വിശപ്പില്ല. വിശപ്പില്ലാന്നോ? അതിനുവേണ്ടി മാത്രം നീ എന്താ കഴിച്ചത്? ഇങ്ങോട്ട് ഇറങ്ങി വരൂ കുട്ടി. മുറിക്കകത്ത് കയറി ഓരോന്ന് ചിന്തിച്ചിരിക്കാതെ ഇങ്ങോട്ട് വാ. അമ്മയുടെ ഒരു കാര്യം. വന്നിരുന്ന് കഴിക്കേ. അത്രയും ചോറ് വിളമ്പണ്ട അമ്മേ. ലേശം മതിന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. സാവിത്രി, അവൾക്ക് ആവശ്യമുള്ളത് കൊടുത്താ മതി. അച്ഛന്റെ ഈ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാ വന്ന് ഈ പെൺകുട്ടി ഒന്നും കഴിക്കാണ്ടായത്. ഇരിക്കണ ഒരു കോലം കണ്ടില്ലേ? ഇങ്ങനൊക്കെ ഇരുന്നാ മതി. നിർത്ത് രണ്ടാളും. ഇനി ഒന്നും പറയണ്ട. അത്താഴത്തിന് മുന്നിൽ ഇരുന്ന ചണ്ട കൂടുന്നത്. അച്ഛ, ഈ അമ്മ വെറുതെ ഓരോന്ന്. ഒന്നാമത് ഞാൻ ആകെ പേടിച്ചിരിക്കുക. വിശപ്പും പോയി, ദാഹവും പോയി. ഇനി രാത്രിയില് തനിച്ചെങ്ങനെയാ കിടന്നുറങ്ങുക? അതാ ഇപ്പോഴത്തെ ചിന്ത. അതോർത്ത് നീ ചിന്തിച്ച് വരേണ്ട. അമ്മ നിന്നോടൊപ്പം കിടന്നോളൂ. പിന്നെ എന്തിനാ മോളെ നീ പേടിക്കുന്നത്? ഭട്ടേരിയുടെ ഉഗ്രശക്തിയുള്ള ഏലസല്ലേ മോള് ധരിച്ചിരിക്കുന്നത്. ഒരു ദുർമൂർത്തിയും ഇനി മോളുടെ 7 അയൽപക്കത്ത് വരില്ല. അത് നേരാ മോളെ. അച്ഛ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? അത് പിന്നെ ഞാൻ നിലവറയ്ക്കകത്ത് കണ്ടത് എന്തായിരുന്നു? നീ എന്ത് കണ്ടെന്നാ? തിളങ്ങുന്ന ചോര ചുവപ്പുള്ള കണ്ണുകൾ, വായിൽ നിന്നും തീ വമിക്കുന്ന. മോളെ, അയ്യോ എന്താ നീ പറയണത്? അയ്യോ എനിക്ക് പേടിയാവണോ. എന്താ കുട്ടി ഇത്? എന്ത് അസംബന്ധമാ നീ പറയുന്നത്? മോളൊന്നും കണ്ടിട്ടില്ല, ഒക്കെ തോന്നല. ഭട്ടേരി അങ്ങനെയാ പറഞ്ഞത്. അല്ല അച്ഛ, ഞാൻ കണ്ടത് നേരെന്നെയാ. നിർത്ത. ഇനി ഒന്നും പറയണ്ട. സൈക്കോളജി സ്റ്റുഡന്റ് ആയ ഒരു കുട്ടി പറയുന്നത് കേട്ടില്ലേ? സൈക്കോളജി പഠിക്കണോന്ന് വെച്ച് കണ്ടത് കണ്ടില്ല എന്ന് പറയണത് എങ്ങനെയാച്ചാ? മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അത് ഓർക്കാനും വിശദീകരിക്കാനും ഒന്നും നിക്കണ്ട. അത്താഴം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കുക. പറഞ്ഞതും മതിയാക്കിയോ നീ? വയറ് നിറഞ്ഞു അമ്മേ. കിടക്കുമ്പോ മുറിയുടെ വാതില് കുറ്റിയിടരുത് കേട്ടോ. ഈ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. ഉവ്വ്. അവള് പോയി. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്നെ വഴക്ക് പറയുവരുത്. സാവിത്രിക്ക് എന്താ അറിയാനുള്ളത്? നീലാംബരി എന്താവും നിലവറയ്ക്കകത്ത് കണ്ടത്? അത് പിന്നെ അല്ല, നീ ഇതെന്താ ചോദിക്കുന്നത്? എനിക്കതങ്ങനെ അറിയാം.
ഒക്കെയും മോടെ തോന്നലാവുമല്ലേ? അതെ, അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം വൈകിയിരിക്കണു. നീ മോളുടെ അടുത്തേക്ക് ചെല്ലു സാവിത്രി. ഏറെ നേരം അവള് തനിച്ചു കിടക്കുന്നത് ശുഭമില്ല. ദേ ഞാൻ പോണു. കണ്ണാവരത്തെ പട്ടതിരി കൊണ്ടുവന്നൂല്ലേ എന്നെ തോൽപ്പിക്കാൻ? തോൽക്കുന്നത് ഞാനോ? പട്ടേരോന്ന് നമുക്ക് നോക്കാം. നാളെ പുലർച്ചെ ഇവരുടെ കണി കാണുന്നത് നിന്റെ ശവമാകട്ടെ. അയ്യോ എന്താ മോളെ? എന്താ മോളെ? നീലാംബരി, എന്താ ഇത്? അയ്യോ ഓടി വരണേ. അയ്യോ നമ്മുടെ മോള്. അയ്യോ ഓടി വരണേ. മോളെ, നീലാംബരി, എന്താ ഇത് മോളെ? തൃക്കണ്ണാപുരത്തിന്റെ ഉറക്കിന് എന്റെ മോളെ രക്ഷിക്കാനാവുന്നില്ലല്ലോ. അയ്യോ മോളെ, ഇപ്പൊ തരാം മോളെ. മോളെ, നീ ഉറുക്ക് ധരിച്ചില്ലായിരുന്നോ നീലാംബരി? മോളെ ഈ വെള്ളം കുടിക്കേ. അമ്മേന്റെ അടുത്തിരിക്കും മോളെ. അയ്യോ എന്റെ കുട്ടി വിയർത്തൊഴുകയാണല്ലോ. എന്റെ ഭഗവതി, തൃക്കണ്ണാപുരത്ത് അദ്ദേഹത്തിന് കഴിയാത്തത് ഇനി ആരെ കൊണ്ട് സാധിക്കാനാണ് എന്റെ ഭഗവതി? സാവിത്രി, എന്തായാലും പുലർച്ചെ ആവട്ടെ. എങ്ങനെയും നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. സമാധാനിക്ക്. എന്റെ കാവിലമ്മേ, എന്റെ മോളെ കാത്തോളണേ. അയ്യോ ഭട്ടേരി അദ്ദേഹത്തിന്റെ ബന്ധനത്തെ കവച്ചു വെക്കാൻ പോകുന്ന ഉഗ്രമൂർത്തിയാ നീലാംബരി കുട്ടിക്കാവിനെ തേടി വരണേന്നുള്ളതിന് സംശയം വേണ്ട. ഇന്ന് രാവിലെ യക്ഷിപ്പാലയുടെ ചോട്ടിൽ രക്തം കിടക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഭഗവതി, അയ്യോ. ഏയ്, അത് കാക്കയോ പരുന്തോ മറ്റോ വല്ല ജീവികളെയും അവിടെ വച്ച് കൊന്നു തിന്നിട്ടുണ്ടാവും. മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കായിരുന്നു. ഇതിപ്പോ ഏത് ദേശത്തുനിന്നായാലും സാരമില്ല. പണം എത്ര വേണമെങ്കിലും ചെലവഴിക്കാം. ഉടനടി ശക്തനായ ഒരു മാന്ത്രികനെ ഇവിടെ കൊണ്ടുവന്നേ തീരും. അതാരാ? മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ല. നല്ല മുഖപരിചയം തോന്നുന്നു. മംഗലത്തില്ലോ അല്ലേ ഇത്? നീലാംബരിയുടെ? അതെ, ആരാണാവോ? ഞാൻ നീലാംബരിയുടെ. സാർ വരണം സാർ. അച്ഛാ, അമ്മേ, ഇതാണ് ഡോക്ടർ ഗോദവർമ്മ രാജ, എന്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയയുടെ അച്ഛൻ. സാറാണ് ഞങ്ങളുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. കയറി വരണം സാർ. ഇങ്ങോട്ടിരുന്നോളൂ. മോള് പറഞ്ഞ് സാറിന് നന്നായി അറിയും. ഓ, സാറ് ടി വിയിലെ മനോരോഗത്തെക്കുറിച്ചുള്ളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടല്ലേ? അത് വളരെ പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാമാണ് സാർ. ഓ, താങ്ക്സ്. സാർ ഇങ്ങോട്ട്. ആ, നീലാംബരി പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ മോൾ കൃഷ്ണപ്രിയയുടെ വിവാഹമാണ് അടുത്ത മാസം. അതിന് ക്ഷണിക്കാൻ ഇറങ്ങിയതാണ്. നീലാംബരി പറഞ്ഞിട്ടുണ്ട് സാർ. മരുമോൻ ലണ്ടനിലാണല്ലേ? അതെ, ഞാനിവിടെ വടക്കേടത്ത് പ്രൊഫസർ പ്രഭാകര പിഷാരടി ഇല്ലേ, പുള്ളിയുടെ വീട്ടിൽ വന്നതാണ്. മടങ്ങുന്ന വഴിക്ക് ഇവിടെയും കയറി. നീലാംബരി എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റാ.
ഞാൻ നേരിട്ട് ക്ഷണിച്ചില്ലെങ്കിൽ ഇനി പരിഭവിച്ച് കല്യാണം കൂടാൻ വന്നില്ലെങ്കിലോ? സാറ് മാത്രം ക്ഷണിച്ച പോരാ, കൃഷ്ണപ്രിയ നേരിട്ട് വന്ന് വിളിക്കണം, എന്നാലേ ഞാൻ വരൂ. അത് താനും കൃഷ്ണമോളും തമ്മിലുള്ള കാര്യം. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു. അപ്പോ എല്ലാവരും മോളുടെ വിവാഹത്തിനെത്തണം. തീർച്ചയായും ഞങ്ങൾ വരും സാർ. താങ്ക് യു. ആട്ടെ, നീലാംബരിക്ക് സുഖമാണോ? അത് സാർ, കൃഷ്ണമോൾ എല്ലാം എന്നോട് പറഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായോ? നേരം പുലർന്ന ശേഷം ഇതുവരെ ഭഗവതി കടാക്ഷത്താൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സത്യം പറയാമല്ലോ സാർ, അഗ്നികുണ്ഡത്തിന് മീതെ നിൽക്കുന്ന അവസ്ഥയായി ഇപ്പോ. എന്താ വേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല. എത്രയും പെട്ടെന്ന് ഒരു നല്ല മാന്ത്രികനെ ഇവിടെ കൊണ്ടുവന്ന് വേണ്ടുന്ന ശാന്തിക്രിയകൾ നടത്തിയേ തീരൂ. നിങ്ങൾ കൊണ്ടുവന്നിരുന്ന മാന്ത്രികൻ തൃക്കണ്ണാപുരത്ത് ഭട്ടേരിയല്ലേ? വളരെ പേരുകേട്ട ആളാണല്ലോ അദ്ദേഹം. അതെ, ഭട്ടേരി അദ്ദേഹത്തിന് ഇവിടെ തങ്ങി ഒരു ക്രിയാഹോമം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. അതാ കുഴപ്പമായത്. ഒരു പ്രതിഷ്ഠാ ചടങ്ങിന്റെ തിരക്കിനിടയിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ. ഓ, ബട്ടേരി അദ്ദേഹം ഒരു ഉറുക്ക് നൽകിയിട്ടാ പോയത്. പക്ഷെ അതിലും രക്ഷ കിട്ടിയില്ല. വെള്ളി ഉറുക്കാണോ ഭട്ടേരി തന്നത്? അതെ സാർ. എന്നാൽ അത് ഭൈരവ യന്ത്രം തന്നെയാവും. സാറിന് യന്ത്രത്തെയും ഉറുക്കിനെയും പറ്റി നല്ല ധാരണയുണ്ടെന്ന് തോന്നുന്നു. ആ, എൻ്റെ അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീയാ. അമ്മയുടെ മനക്കിൽ നിന്നാ ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ മാന്ത്രികതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് പരിചിതമാണ്. ഓ, മനഃശാസ്ത്രവും മാന്ത്രികതയും ഒന്നിച്ചോ? ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ. നീലാംബരിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ തെളിയുന്നുണ്ട്. സാർ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തന്നാല്. പറയാം, നാളെ ആവട്ടെ. ഇപ്പൊ ഞാൻ അല്പം ബിസിയാ. നഗരത്തില് എന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മെന്റൽ ഡിസീസ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. നാളെ സൺഡേ അല്ലേ, ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് വിശദമായി അവിടെ വെച്ച് സംസാരിക്കാം. ആ സ്ഥലം ഏതാണ് സാർ? എനിക്കറിയാം അച്ഛാ, ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് സാറിന്റെ റീഹാബിലിറ്റേഷൻ സെന്ററിലാ. ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോ നാളെ കാണാം. അയ്യോ സാർ, സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ മറന്നു. ക്ഷമിക്കണം സാർ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അല്ല, സാറിന് എന്താ വേണ്ടത്? ചായയാണോ സംഭാരമാണോ? നോ 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 താങ്ക്സ്. ഞാൻ പ്രൊഫസർ പിഷാരടിയുടെ വീട്ടിൽ നിന്ന് അരമണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ സാർ. നാളെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഓ, ഓക്കെ. യെസ്, കം ഇൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ, നീലാംബരിയോ? ഞാൻ മാത്രല്ല സർ, അച്ഛനും അമ്മയും ഒപ്പം ഉണ്ട്. ആ, വരൂ 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 വരൂ. ഇരിക്കെ. ഒരു ആശ്രമത്തിൽ പ്രവേശിച്ച പ്രതീതിയാ തോന്നണേ. ശരിക്കും ഇതൊരു ആശ്രമം തന്നെയാ. മനസ്സിന്റെ താളം തെറ്റിയ 100ഓളം പേർ ഇവിടുത്തെ അന്തേവാസികളാണ്. വളരെയധികം പേർ ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായ ഒരു ഒച്ചപ്പാടോ ബഹളങ്ങളോ ഇവിടെ കേൾക്കാനുണ്ടോ? ഇല്ല സാർ. ആൾവാസം തീരെ ഇല്ലാത്തൊരു നാട്ടിൻപുറത്തെ അന്തരീക്ഷമാണ് ഇവിടെ. അതെ, പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിക്കഴിയുന്നവരിൽ മാനസിക സന്തുലനം എപ്പോഴും പ്രകടമായിരിക്കും. സമനില തെറ്റിയവരെ ബോധധാരയിലേക്ക് നയിക്കാൻ ഈ അന്തരീക്ഷം വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ സാർ. ആ, നീലാംബരി പറയൂ, എന്തുണ്ട് പുതിയ വിശേഷം? അത് ദേവിയുടെ കടാക്ഷം കൊണ്ട് പിന്നീട് അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലേ സാർ? ഗുഡ്. എനിക്ക് തോന്നിയതേ, സാർ ഇല്ലത്തെത്തിയതിനു ശേഷം കുഴപ്പങ്ങൾ തീർന്നു തന്ന മാന്ത്രികത കയ്യിലുള്ള സാറിനോട് ഇടഞ്ഞാൽ കുഴപ്പാവൂന്ന് കാവിലമ്മയ്ക്ക് തോന്നിക്കാണും. ഓഹോ, അങ്ങനെയോ? അത് കൊള്ളാം. ഇല്ലത്ത് എന്തെങ്കിലും പൂജ കഴിച്ചേ മതിയാവും സാർ. സാറായിട്ട് വന്ന് എന്തെങ്കിലും പരിഹാരങ്ങൾ. ഞാൻ വന്ന് പരിഹാരക്രിയ ചെയ്യാനോ? അല്ല, അത് വേണോ നീലാംബരി? അത് സാർ. ഹായ് നീലാംബരി. കൃഷ്ണപ്രിയ, നീ ഇന്നിവിടെ വന്നേക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് കേറിയത്. ഹായ് അമ്മേ. മോക്ക് സുഖാണോ? പരമസുഖം. അമ്മയ്ക്ക് മംഗളിനുമോ? അവിടുത്തെ കാര്യങ്ങളെല്ലാം മോക്കറിയാവുന്നതല്ലേ. കൃഷ്ണമോളെ, മോള് നീലാംബരിയും കൂട്ടി വാർഡ് 11ലേക്ക് ചെല്ല. അവിടെ നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട്. പുതിയ പേഷ്യന്റ് വല്ലവരും ആണോ സർ? നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ തിയറികൾ അയാൾ പറഞ്ഞു തരും. എങ്കിൽ അയാളെ ഒന്ന് കാണണമല്ലോ. വാ നീലാംബരി. ഒരു അരമണിക്കൂറിനുള്ളിൽ രണ്ടുപേരും തിരിച്ചെത്തിക്കോണം. ശരി സർ.
നീലാംബരി ഈ സ്ഥാപനത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴെല്ലാം ഇത് ഇത്ര വലുതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഈ സെൻറ്റർ എത്ര ഏക്കർ വരും സാർ? 75 ഏക്കറിലധികം ഉണ്ട്. ഈ നഗരമധ്യത്തിൽ സെന്റിന് പൊന്നും വിലയുള്ള ഇവിടെ 75 ഏക്കറോ? ഈ സ്ഥലം സാറിന് കുടുംബസ്വത്തായി കൈവന്നതാണോ? ഏയ് അല്ല മിസ്സസ് നമ്പൂതിരി, ഇത് രാജകൊട്ടാരം വക സ്വത്താ. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം എനിക്കാ, അത്രയേ ഉള്ളൂ. ഈ ഇല്ലത്ത് നടക്കുന്ന വിചിത്ര സംഭവങ്ങൾക്ക് കാരണം എന്താണെന്ന് സാറിന് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യം അത് പറയാ. കാവിലമ്മയുടെ അപ്രീതി, അല്ലാതെ ഒന്നുമല്ല സാർ. മിസ്റ്റർ നമ്പൂതിരി എന്ത് പറയുന്നു? എല്ലാം കാണുമ്പോൾ അങ്ങനെ വിശ്വസിച്ചു പോകുന്നു സാർ. ഓക്കെ, മുമ്പ് എപ്പോഴെങ്കിലും നീലാംബരിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതായി നിങ്ങൾക്കറിവുണ്ടോ? ഇല്ല സാർ. പക്ഷേ എൻ്റെ 2 മൂത്തേച്ചിമാർക്ക് ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാ അത്, നീലാംബരി ജനിക്കണേന് മുമ്പ്. മിസ്സിസ് നമ്പൂതിരിയുടെ മൂത്ത ചേച്ചിമാർ ഇപ്പം എവിടെയുണ്ട്? ഏറ്റവും മൂത്തയാൾ മരിച്ചുപോയി. 2ാമത്തെ ആൾ കൊച്ചേട്ടനോടൊപ്പം തറവാടില്ലെത്താ. ആ 2 സ്ത്രീകളും നീലാംബരി കിടന്നിരുന്ന അതേ യക്ഷിപ്പാലയുടെ ചോട്ടിലാണ് അന്ന് കിടന്നിരുന്നത്. ബോധം തെളിഞ്ഞപ്പോൾ ഇരുവർക്കും സമനില തെറ്റിയിരുന്നു. ഇവർ ഒരേ ദിവസമാണോ യക്ഷിപ്പാലയുടെ ചോട്ടിൽ കിടന്നിരുന്നത്? അല്ല സാർ, ഒരാണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ 2 സ്ത്രീകളും നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന ഇല്ലത്താണോ താമസിച്ചിരുന്നത്? അതെ സാർ. മിസ്സിസ് നമ്പൂതിരിയുടെ പെങ്ങന്മാർ യക്ഷിപ്പാലച്ചോട്ടിൽ കിടന്നിരുന്ന വിവരം നീലാംബരിക്ക് അറിവുണ്ടായിരുന്നോ? അറിയുമെന്നോ? ഈ സാവിത്രിക്ക് പറയാൻ ആ കഥ ഒന്നല്ലേ ഉള്ളൂ. കഥ മനസ്സിലാക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് ഇതുവരെ നീലാംബരി ഇവളിൽ നിന്ന് ആ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. പറയേണ്ടതെല്ലാം പറഞ്ഞല്ലേ തീരൂ സാർ. നിലവറയിൽ ഭരദേവത കുടിയിരിക്കണ ഇല്ല. പെൺകുട്ടികൾ അവിടെ താമസിക്കുമ്പോൾ കുറച്ച് ചിട്ടകളൊക്കെ പാലിച്ചേ തീരൂ. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് ചിലപ്പോഴൊക്കെ മൂത്തേച്ചിമാരുടെ അനുഭവം കൂടി പറയും എന്നേ ഉള്ളൂ സാർ. നിങ്ങളുടെ ഇല്ലത്തായിരുന്ന കാലത്ത് നിങ്ങളുടെ ഈ പറയുന്ന സഹോദരിമാർ കിടന്നുറങ്ങിയിരുന്നത് എവിടെയാണ്? വടക്കനിയിൽ. വടക്ക് ഭാഗത്തുള്ള ആ മുറി വളരെ വലുതാ. 7-8 പേർക്ക് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ആ മുറി ആരാ ഉപയോഗിക്കുന്നത്? നീലാംബരിയാ. എന്താ സാർ, ആ മുറിക്ക് വല്ല കുഴപ്പവും? ഭഗവതി, അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതേവരെ ചിന്തിച്ചിട്ടില്ല. ആ മുറിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ സാറേ? മുറിക്ക് മാത്രമല്ല, അവിടെ താമസിക്കുന്നവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ സാർ? മനസ്സിലാക്കി തരാം. അതിനുവേണ്ടിയാണല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. നോക്കൂ, നീലാംബരിക്കും നിങ്ങളുടെ സഹോദരിമാർക്കും ഉണ്ടായ വിചിത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് വളരെ പുതുമയുള്ളതായിരിക്കാം. പക്ഷേ എനിക്ക് നിത്യേന കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊന്നും മാത്രം അത്. സാറ് പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നും, എങ്കിലും പറയാതിരിക്കാനാവില്ലല്ലോ. ഏത് കൊടി കെട്ടിയ മന്ത്രവാദി ആയാലും ശരി, നീലാംബരിയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അയാൾക്കാവില്ല. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആട്ടെ, തൃക്കണ്ണാപുരത്ത് ഭട്ടേരി നീലാംബരിയെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അത് ബാധാദൃഷ്ടി ഏറ്റതിൻ്റെ ലക്ഷണമില്ലെന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. നീലാംബരിക്ക് ബാധാദോഷമോ ദൈവകോപമോ ഒന്നുമില്ല. പിന്നെ എന്താണ് സാർ? നീലാംബരിയുടെ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. അതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ കുട്ടിക്ക് ഭ്രാന്താണെന്നോ? വെറുതെ അതും ഇതും പറയല്ലേ സാറേ. സൈക്കോളജി മാസ്റ്റർ ബിരുദം അവസാന വർഷ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടിയാ നീലാംബരി. സൈക്കോളജിയിൽ MA ബിരുദം ഉള്ളതുകൊണ്ട് മനോരോഗം വന്നുകൂടാ എന്നില്ല മിസ്സിസ് നമ്പൂതിരി. സൈക്യാട്രിസ്റ്റ് മുഴുവൻ ഭ്രാന്തനായി മാറിയ കേസ് പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മാനസിക രോഗം എന്ന് കേട്ടാൽ ഉടൻ ഷോക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ചികിത്സിച്ചാൽ പൂർണ്ണ സുഖം വരുന്ന അസുഖം തന്നെയാണ് ഇതും. എന്നാലും സാർ, എൻ്റെ മോള് നെഞ്ച് തകരുന്ന പോലെ. വിഷമിക്കാതിരിക്കും മിസ്റ്റർ നമ്പൂതിരി, ഞാനല്ലേ പറയുന്നത്. മനോരോഗമാണെന്ന് നീലാംബരി മനസ്സിലാക്കിയ തകർന്നു പോകില്ലേ സാർ ഞങ്ങളുടെ മോള്? നീലാംബരിക്ക് ഷോക്കാവുന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം അവളുടെ മനസ്സിൻ്റെ ദുർബലത അവൾക്ക് നന്നായി അറിയാം. ഈ വിവരം അച്ഛനമ്മമാർ മനസ്സിലാക്കരുതെന്നേ അവൾക്കുള്ളൂ. സാർ എന്തായി പറയുന്നത്? അതേ മിസ്റ്റർ നമ്പൂതിരി, നീലാംബരിയിൽ മാനസിക വൈകല്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് മാസങ്ങൾ കുറച്ചധികമായി. ഹോസ്റ്റലിൽ വച്ചാണ് ഈ മാറ്റങ്ങൾ കാണുക എന്നതിനാൽ നിങ്ങളത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ.
അന്നേ ഞാൻ മോടെ അച്ഛനോട് പറഞ്ഞതാ, ഇല്ലത്തൊന്ന് മാറ്റി നിർത്തി നീലാംബരിയെ പഠിപ്പിക്കണ്ട എന്ന്. എന്റെ വാക്കുകൾ ആരും കേട്ടില്ല. അതിന്റെ ഫലമായത്. സാർ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീലാംബരിയുടെ പഠിത്തം അവസാനിപ്പിച്ച് ഇല്ലത്ത് പിടിച്ചു നിർത്തുമായിരുന്നു അല്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാണ് സാർ? ആ, നിങ്ങളുടെ ഈ മനോവിചാരം കൊണ്ടാ നീലാംബരി അവൾക്കുണ്ടായ മാനസിക വിഷമതകൾ നിങ്ങളോട് പറയാതിരുന്നത്. പഠിക്കാൻ മിടുമിടുക്കിയായ കുട്ടിയാണ് നീലാംബരി. ഏതോ ഒരു സമയത്ത് ഒരു അബദ്ധ ധാരണ അവളുടെ മനസ്സിനുള്ളിലേക്ക് കയറി അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് അവളുടെ കുറ്റം മാത്രമല്ല, അവൾ വളർന്നു വന്ന സാഹചര്യങ്ങളും ഇതിൽ കുറ്റവാളിയാണ്. എന്നാലും സാർ, ഞങ്ങളുടെ കുട്ടിക്ക് ഇത്തരം ഒരു അസുഖമുണ്ടെന്ന വിവരം ഹോസ്റ്റൽ അധികൃതർക്കോ കോളേജിലുള്ളവർക്കോ അറിയിക്കാമായിരുന്നില്ലേ? ഇതെന്തൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ്. അതിന് കാരണമുണ്ട് മിസ്റ്റർ നമ്പൂതിരി. നീലാംബരിക്ക് മാനസിക വൈകല്യമുള്ള വിവരം ഹോസ്റ്റലിലെ അവളുടെ റൂംമേറ്റായ എൻ്റെ മോൾ കൃഷ്ണപ്രിയയ്ക്കും നീലാംബരിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളായ 2 പേർക്കും മാത്രമേ അറിയൂ. ദൈവം തുണച്ചു. അവൾക്ക് ഈ അസുഖമുണ്ടെന്ന വിവരം കോളേജിലെ മറ്റു കുട്ടികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവളുടെ ഭാവി പോകുമായിരുന്നില്ലേ? മിസ്സസ് നമ്പൂതിരി പറഞ്ഞതിലും കാര്യമുണ്ട്. മനോരോഗത്തെ ഇനിയും നമ്മുടെ നാട്ടുകാർ സാധാരണ രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ തയ്യാറായിട്ടില്ല. ഹോസ്റ്റലിൽ വെച്ച് മോൾക്ക് എങ്ങനെയാണ് അസുഖം വന്നത്? ഉറക്കത്തിനിടയിൽ നീലാംബരി ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്ന് മോൾ എന്നോട് പറഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രി അവൾ ഉറക്കത്തിനിടയ്ക്ക് ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. തക്ക സമയത്ത് കൃഷ്ണമോൾ ഉണർന്നതുകൊണ്ട് അന്ന് അപായങ്ങളൊന്നും ഉണ്ടായില്ല. എന്റെ ഭഗവതി, അവൾക്ക് സ്വപ്നാടന ശീലം ഉണ്ടല്ലേ സാർ? അവൾ യക്ഷിക്കാവിലെ പാലച്ചോട്ടിൽ കിടന്നിരുന്ന ദിവസം നീലാംബരിയോട് ഞങ്ങൾ മാറി മാറി ഇത്തരമൊരു ശീലം എങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചതാ. പക്ഷേ അവൾ ഇല്ലാന്ന് നുണ പറഞ്ഞു. അവൾ മനഃപൂർവ്വം നുണ പറഞ്ഞതല്ല മിസ്റ്റർ നമ്പൂതിരി. മാനസിക വിഭ്രമത്തിനിടയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ അവൾ ഓർക്കാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ മോളെ രക്ഷിച്ചെടുക്കാൻ എന്ത് ചെയ്യണം സാർ? എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ ചെലവഴിക്കാം. ധാരാളം പണം വാരിയെറിഞ്ഞ് ഒരു മേജർ ഓപ്പറേഷനിലൂടെ പരിഹരിക്കാവുന്ന രോഗമല്ലല്ലോ ഇത്. ഈ രോഗം മാറ്റിയെടുക്കുന്നതിൽ നിങ്ങളുടെ പരിപൂർണ പിന്തുണയും ക്ഷമയുമാണ് എനിക്ക് ആവശ്യം. ഞങ്ങൾ എന്തിനും തയ്യാറാണ് സാർ. 6-7 മാസമായി നീലാംബരി എൻ്റെ പേഷ്യൻ്റാണ്. ഞാൻ നൽകുന്ന കൗൺസിലിങ്ങുകളിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും അവളിലെ വികല വ്യക്തിത്വത്തെ പുറന്തള്ളാൻ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ഹിപ്നോതെറാപ്പി, അതിലൂടെ നീലാംബരിയിലെ ദുഷിച്ച വ്യക്തിത്വത്തിൻ്റെ വേരുകൾ ഞാൻ അറക്കും. ആ ട്രീറ്റ്മെൻറ്റ് എന്നാണ് സാർ? ഇന്ന് തന്നെ. നീലാംബരിയിലെ അപര വ്യക്തിത്വം അതിൻ്റെ ഉഗ്രരൂപം മുഴുക്കെ പ്രദർശിപ്പിച്ചു നിൽക്കുന്ന ഈ സമയം തന്നെയാണ് അതിനുചിതം. ദാ കുട്ടികൾ വരുന്നുണ്ട്. ആഹാ, പറഞ്ഞ അരമണിക്കൂറിൽ തന്നെ 2 ആളും തിരികെ എത്തിയല്ലോ. അച്ഛൻ എന്താ ഞങ്ങൾ വാക്കു പാലിക്കാത്തവരാണെന്ന് കരുതിയോ? അധികം ഡയലോഗൊന്നും അടിക്കണ്ട. പുതിയ പേഷ്യന്റിനെ കണ്ടോ? കണ്ടു സർ. പേരെന്താണെന്ന് ചോദിച്ചപ്പോ പറയാ മാക്സിം ഗോർക്കിന്ന്. സർ, അയാളുടെ ഒറിജിനൽ നെയിം അത് തന്നെയാണോ? ഇപ്പോൾ മാക്സിം ഗോർക്കി, കുറെ കഴിയുമ്പോൾ കോനൻ ഡോയൽ, അത് കഴിഞ്ഞ് ചാൾസ് ഡിക്കൻസ്. യഥാർത്ഥ പേര് സുന്ദരനെന്നാ. പാലാക്കാരൻ. ഇംഗ്ലീഷ് നോവലുകളുടെ വിവർത്തനങ്ങൾ വായിക്കുകയായിരുന്നു പ്രധാന ഹോബി. ഒരിക്കൽ വീടിനടുത്ത് ഒരാളുടെ തൂങ്ങി മരണം നേരി കണ്ടപ്പോൾ ദേ നമ്മുടെ പാവം സുന്ദരന്റെ സമനിലയും പോയി. അച്ഛൻ പറഞ്ഞത് വാസ്തവാ. ഞങ്ങളെ 2 ഫിലോസഫി പറഞ്ഞ് കൊന്നു കളഞ്ഞു അയാൾ. ഫിലോസഫിയുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? ലോകവും പരിപ്പോടയും. കഴിഞ്ഞ ദിവസം വന്നതാ കക്ഷി. 1-2 ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് സുന്ദരന്റെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും. എന്തേ അമ്മയുടെ അങ്കിളിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? അത് പിന്നെ നീലാംബരിയുടെ കാര്യങ്ങള് ഞാൻ ഇവരോട് പറഞ്ഞു. മോളെ നീലാംബരി, നിനക്കെന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചുകൂടായിരുന്നു കുട്ടി? അച്ഛാ, എനിക്കിങ്ങനൊരു വയ്യായ്ക ഉണ്ടെന്നറിഞ്ഞ നിങ്ങൾ എന്റെ പഠിപ്പ് അവസാനിപ്പിച്ചേക്കുമെന്ന് ഭയന്ന്, അതുകൊണ്ടാ ഞാൻ ഒന്നും പറയാഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി ചിന്തിക്കണ്ട. എന്തായാലും എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മോളെ പരിചരിക്കാൻ വർമ്മസാറിനെ പോലെ ഒരാളെ കിട്ടിയത് പരദേവതകളുടെ കനിവൊന്നുകൊണ്ട് മാത്രമാണ്. താങ്ക് യു ഡോക്ടർ. നന്ദിയൊക്കെ പിന്നീടാവാം. ആ നീലാംബരി, ദേ ഇങ്ങോട്ടിരിക്കെ. ഞാൻ ചിലത് ചോദിക്കും. ഒഴിഞ്ഞു മാറാതെ അവയ്ക്ക് ഉത്തരം തരണം. ഓക്കെ? യെസ് സർ. മുമ്പ് തന്നെ കൗൺസിലിംഗ് ചെയ്തപ്പോഴൊക്കെ തൻ്റെ ഉള്ളിൽ ഒരു വികല വ്യക്തിത്വം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ?
ഓവ് സാർ, ഓർക്കുന്നുണ്ട്. ഗുഡ്. ആട്ടെ, നിങ്ങളുടെ കാവിനുള്ളിൽ ഒരു യക്ഷിപ്പാല ഉണ്ടെന്നും അതിൽ ഭീകരരൂപിണിയായ ഒരു യക്ഷിയുണ്ടെന്നും കേട്ടു. നീലാംബരി ഈ കഥയിൽ വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് യക്ഷിയിലും പ്രേതത്തിലും ഒന്നും അത്ര കണ്ട് വിശ്വാസമില്ല സാർ. അത്ര കണ്ട് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പഴുത് കിടപ്പുണ്ട്. എവിടെയൊക്കെയോ നേരിയ ഒരു വിശ്വാസം, അങ്ങനെയല്ലേ? പ്രപഞ്ച രഹസ്യങ്ങളെ മുഴുവനായി മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്തിനേയും പൂർണ്ണമായി അവിശ്വസിക്കാനോ അവഗണിക്കാനോ പാടില്ല എന്നാ എൻ്റെ പക്ഷം. തൻ്റെ മനസ്സിനുള്ളിൽ എവിടെയോ ഒരു വികല വ്യക്തിത്വം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കും തനിക്കും നന്നായി അറിയാം, അല്ലേ? അതെ സാർ. നമുക്ക് ആ ദുഷ്ട വ്യക്തിത്വത്തെ തന്നിൽ നിന്ന് ആട്ടിപ്പായിക്കണം. താൻ എന്നോട് പൂർണ്ണമായി സഹകരിക്കുമെങ്കിൽ ഇനിയുള്ള 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ആ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ തന്നിൽ നിന്നും എന്നേക്കുമായി തുരത്തി ഓടിക്കും. എന്താ, സഹകരിച്ചൂടെ? 100% സഹകരിക്കും സാർ. വെരി ഗുഡ്. ഞാൻ നീലാംബരിയെ ഹിപ്നോ തെറാപ്പിക്ക് വിധേയയാക്കാൻ പോവുകയാണ്. പഠനത്തിൻ്റെ ഭാഗമായി താൻ ഇതിനു മുമ്പും പലവട്ടം ഹിപ്നോട്ടൈസിന് പാത്രമായിട്ടുള്ളതുകൊണ്ട് തനിക്കതിൽ പുതുമയൊന്നും കാണില്ല. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഹിപ്നോ തെറാപ്പിയിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. തന്നിലെ വികലചിന്തയെ ഞാൻ തുടച്ചു നീക്കും. മോളെ ഹിപ്നോതെറാപ്പിക്ക് വിധേയയാക്കുന്നത് ഞങ്ങൾക്ക് കാണാനാവോ സാർ? ഓ ഷുവർ. നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഞാൻ ആ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വരൂ, നമുക്ക് തെറാപ്പിക് തിയേറ്ററിലേക്ക് പോവാം. വരൂ നീലാംബരി. നീലാംബരി, വരൂ, ഈ ചെയറിലിരുന്നോളൂ. മിസ്റ്റർ നമ്പൂതിരിയും വൈഫും ആ ഗ്ലാസ് ഇട്ട റൂമിലേക്ക് ഇരുന്നോളൂ. ശരി സാർ. വാ സാവിത്രി. കൃഷ്ണമോളെ, നീ ഇവിടെ നീലാംബരിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം. ശരി അച്ഛാ. നീലാംബരി, റെഡിയല്ലേ? അതെ സാർ. നീലാംബരി, ഈ സ്ഫടിക ഗോളത്തിലേക്ക് നോക്കൂ. അങ്ങനെ ഇനി മെല്ലെ എൻ്റെ കണ്ണുകളിലേക്ക്. സ്വർഗീയ സുഖം നൽകുന്ന ഒരു ലഹരി നിങ്ങളെ തഴുകുന്നതുകൊണ്ട് നല്ല ഉറക്കം വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നീലാംബരി, നീ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തളർത്തിയിടുക. ശ്വാസം സാവധാനത്തിൽ സാവധാനത്തിൽ ഉള്ളിലേക്ക് വലിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുക. ഇനി കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. അങ്ങനെ അങ്ങനെ. നീലാംബരിയുടെ കണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞു. നീ ഇപ്പോൾ സ്വർഗീയാനന്ദം പകരുന്ന ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിദ്രയിൽ നീ മുഴുകുകയാണ് നീലാംബരി. എന്നാലും എൻ്റെ ശബ്ദം മാത്രം നീ തടസ്സമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കും. നീ ഇപ്പോൾ കടുത്ത, ശക്തമായ, ആനന്ദകരമായ, ലഹരി നിറഞ്ഞ ഹിപ്നോട്ടിക് നിദ്രയിലാണ്. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. അത് കഴിഞ്ഞ് ഞാൻ എന്തു ചോദിച്ചാലും മറുപടി പറയുവാൻ നീ ബാധ്യസ്ഥയാണ്. ഞാനിതാ എണ്ണിത്തുടങ്ങുന്നു. 1, 2, 3. റിലാക്സ്. നീലാംബരി, ഞാൻ 3 വട്ടം എണ്ണിക്കഴിഞ്ഞു. ഇനി ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ് നീലാംബരി? പറയൂ നീലാംബരി, നീ ഇപ്പോൾ എവിടെയാണ്?
പറയൂ നീലാംബരി. ഞാൻ നീലാംബരിയല്ല. വേണ്ട, ഇത്ര കടുപ്പമൊന്നും വേണ്ട. മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. പിന്നെ നീ ആരാണ്? ഞാൻ ഇരട്ടമുഖിയാണ്. ഇരട്ടമുഖിയോ? ഞാൻ അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. നിനക്കെന്താ ഇരട്ടമുഖമുണ്ടോ? എനിക്ക് ഇരട്ടമുഖം മാത്രമല്ല, 108 കണ്ണുകളുമുണ്ട്. കൊള്ളാം. അപ്പൊ ധാരാളം കാഴ്ചകൾ കാണാനാകുമല്ലോ. അതെ, എനിക്ക് ലോകത്തിലെ എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും. എന്തായാലും നിന്നെപ്പോലൊരു അത്ഭുത മനുഷ്യനെ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യം തന്നെ. ആര് പറഞ്ഞു ഞാനൊരു മനുഷ്യനാണെന്ന്? പിന്നെ എന്താണ് നീ? ഞാനൊരു പക്ഷിയാണ്. ഓഹോ. എനിക്ക് 8 ചിറകുകളുണ്ട്. എന്റെ ദേഹത്തിനൊരു മലയേക്കാൾ വലിപ്പമുണ്ട്. എന്റെ വയറ്റിൽ ഒരു സമുദ്രത്തോളം അഗ്നിയുണ്ട്. എനിക്ക് വിരോധം തോന്നുന്നവരെ ഞാൻ ദഹിപ്പിച്ചു കളയും. അമ്പമ്പോ, ആ കേൾക്കട്ടെ കേൾക്കട്ടെ. കന്യകകളുടെ രക്തമാണ് എന്റെ ഭക്ഷണം. ഈ നീലാംബരിയുടെ രക്തം മുഴുവനും ഞാൻ ഊറ്റിക്കുടിക്കും. അത് ശരി. ആട്ടെ, നീലാംബരിയുടെ ദേഹത്ത് നീ എങ്ങനെയാ കടന്നുകൂടിയത്? വലിയ ധൈര്യശാലിയാണെന്നാ ഈ നീലാംബരിയുടെ ഭാവം. ഹോസ്റ്റലിലെ മറ്റു കുട്ടികളുടെ മുന്നിൽ ഗമ കാട്ടാൻ വേണ്ടി ഇവൾ പാതിരാത്രിക്ക് വരെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പുറത്തു പോകുമായിരുന്നു. ഒരു ദിവസം രാത്രി ഇവൾ ഹോസ്റ്റലിലെ ഇടനാഴിയിലൂടെ തനിച്ച് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഭയന്നു വിറച്ചു നിന്ന ഇവളുടെ ദേഹത്തേക്ക് ഞാൻ അന്നേരം ഇരച്ചു കയറി. ഓ, അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എങ്കിലും ഒരു സംശയം, എന്തിനാണ് നീ നീലാംബരിയെ കാവിലേക്ക് കൊണ്ടുപോയത്? ഇരുളടഞ്ഞ വനപ്രദേശങ്ങളിലാണല്ലോ എന്റെ വാസം. ഈ ഗ്രാമത്തിൽ ഇരുൾ മൂടിയ ഒരേ ഒരു പ്രദേശം ആ കാവാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടേക്ക് കൊണ്ടുപോയത്. ശരി. ആട്ടെ, ഇനി നീ എപ്പോഴാണ് നീലാംബരിയെ വിട്ടുപോകുന്നത്? ഇനി ഇവളെ വിട്ട് പോകണ്ട എന്നാ എന്റെ തീരുമാനം. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. നീ നീലാംബരിയുടെ ദേഹത്തു നിന്നും പോയേ തീരൂ. എന്നോട് ആജ്ഞാപിക്കാൻ ശക്തിയുള്ള ഒരേ ഒരാളെ ഈ ഭൂമുഖത്തുള്ളൂ. അത് കുട്ടഞ്ചേരി തിരുമേനിയാണ്. അദ്ദേഹം പറഞ്ഞാലല്ലാതെ ഞാൻ ഇവളുടെ ദേഹത്തു നിന്നും മാറില്ല. കൊള്ളാം. അപ്പോ നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലേ? എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ. കുട്ടഞ്ചേരി തിരുമേനിയല്ലേ? നിനക്ക് ഇനിയും സംശയമാണോ? ഞാൻ കുട്ടഞ്ചേരി തിരുമേനി തന്നെയാണ്. കാണണോ നിനക്കെന്റെ ശക്തി? അയ്യോ, വേണ്ട വേണ്ട തിരുമനസേ, വേണ്ട. പറക്കണം. അടിയനാളെ മനസ്സിലായില്ല. പറക്കണം. എന്നാൽ നിനക്കിനി പോകാമല്ലോ. ഇവളുടെ ദേഹത്ത് നിന്ന് ഞാൻ ഇറങ്ങാതിരുന്നാൽ അങ്ങ് എന്റെ ദേഹത്തെ മന്ത്രശക്തിയാൽ പൊള്ളിക്കില്ലേ? അതിൽ സംശയം വേണ്ട. പൊള്ളിച്ച് ആവണക്കിണയിൽ ഉരുക്കിയെടുക്കും ഞാൻ. അയ്യോ, വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ഇവളെ വിട്ട് പോയിക്കോളാം. അങ്ങനെ പോകാമെന്ന് പറഞ്ഞാ പോരാ. ഇനി ഒരിക്കലും നീലാംബരിയിലേക്ക് പ്രവേശിക്കില്ല എന്ന് സത്യവും ചെയ്യണം. ദേവിയാണ്, ഞാൻ ഇനി ഒരിക്കലും നീലാംബരിയുടെ ദേഹത്ത് പ്രവേശിക്കില്ല. ഇത് സത്യം സത്യം സത്യം. സത്യം മാത്രം പോരാ, നീ പോകുന്നതിന് തെളിവും വേണം എനിക്ക്. ഞാൻ ഇവളിൽ നിന്ന് വിട്ടുമാറുന്നു എന്നതിന്റെ തെളിവിനായി 3 വട്ടം വായ്ക്കുറവേറ്റേക്കാം. എന്താ? ശരി, 3 വട്ടം വായ്ക്കുരവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഇവളിൽ ഉണ്ടാകില്ല. അതെ, ഞാൻ പിന്നെ ഇവളിൽ ഉണ്ടാകില്ല. ഞാൻ പോവുകയാണ് തിരുമേനി.
റിലാക്സ്, റിലാക്സ്. ഇരട്ടമുഖി നീലാംബരിയെ വിട്ട് എന്നേക്കുമായി പോയി കഴിഞ്ഞു. ഇനി ഒരിക്കലും ഇരട്ടമുഖിക്കോ മറ്റൊരു നീചശക്തിക്കോ നീലാംബരിയിൽ പ്രവേശിക്കാനാവില്ല. കാരണം ഇപ്പോൾ നീലാംബരിയുടെ മനസ്സും ശരീരവും പൂർവാധികം ശക്തിയാർജിച്ചിരിക്കുന്നു. കെട്ടുകഥകൾക്കോ മിഥ്യാധാരണകൾക്കോ ഇനിമേൽ നീലാംബരിയുടെ മനസ്സിൽ ഇടമില്ല. ശക്തിശാലിയാണ് നീലാംബരി ഇപ്പോൾ, അതീവ ശക്തിശാലി. ധൈര്യശാലിയാണ് നീലാംബരി. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നീലാംബരി, നിന്നിൽ നിന്നും ഇരട്ടമുഖി പോയി കഴിഞ്ഞു അല്ലേ? അതെ. ഇപ്പൊ നീലാംബരിയുടെ മനസ്സിന് കരുത്തേറെയുണ്ട്. ഇനി യക്ഷിക്കഥകളിലൊന്നും നീലാംബരിക്ക് പേടി തോന്നില്ല. അവയൊക്കെ വെറും ഭാവനാസൃഷ്ടികളാണെന്ന് നീലാംബരിക്ക് വ്യക്തമായി അറിയാം അല്ലേ? അതെ. റിലാക്സ്. നീലാംബരി, ഇനി ഉണരാമല്ലേ? ഞാൻ 3 വരെ എണ്ണി തീർക്കും മുമ്പ് നീലാംബരി ഉറക്കെ ഉറക്കെ 1 മുതൽ 10 വരെ എണ്ണി തുടങ്ങും. 5 എണ്ണിക്കഴിഞ്ഞാൽ നീലാംബരി കണ്ണു തുറക്കും. 10 എണ്ണി തീരുന്നതോടെ നീലാംബരി പൂർണ്ണമായും ഉണരും. ഞാൻ എണ്ണി തുടങ്ങുന്നു. 1, 1, 2, 3, 4, 5, 2, 6, 7, 8, 9, 10. 3. നീലാംബരി, സർ, ഞാൻ നീലാംബരിയുടെ പ്രോബ്ലങ്ങളെല്ലാം സോൾവ്. സർ, എനിക്ക് എന്തായിരുന്നു സംഭവിച്ചത്? ഒന്നുമില്ല, ഒരു വിഭ്രാത്മകത, അത്രയേ ഉള്ളൂ. എല്ലാം നീലാംബരിക്ക് വിശദമായി പറഞ്ഞു തരാം. അതിനുമുമ്പ് നീലാംബരിയുടെ അച്ഛനെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കൂ. എന്താണ് സാർ? ആ, നിങ്ങൾ നീലാംബരി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഇനി പറയൂ, എന്തായിരുന്നു ഇതിന് പിന്നിൽ? അത് അച്ഛാ, ഈ ഇരട്ടമുഖി എന്താ? എനിക്കറിയേണ്ടതും അതാണ്. പറയൂ, ഈ ഇരട്ടമുഖിയുടെ സൃഷ്ടാവാരാ? അമ്മയോ അച്ഛനോ, അതോ കുടുംബത്തിലെ വേറെ ആരെങ്കിലും? എല്ലാം ഇവളുടെ, ഈ സാവിത്രിയുടെ പണിയാണ് സാർ. ഇവളുടെ ഒരു ഇരട്ടമുഖി. കൂൾ ഡൗൺ, കൂൾ ഡൗൺ മിസ്റ്റർ നമ്പൂതിരി. ഞാൻ അത് പറഞ്ഞോളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ ഇളയമ്മമാർ പറയും, കുരുത്തക്കേടുകൾ കാട്ടിയ ഇരട്ടമുഖി വന്ന് പിടിച്ചോണ്ട് പോകുമെന്ന്. എന്നിട്ട് അവർ ഇരട്ടമുഖിയെക്കുറിച്ച് ഭീകരമായി വർണ്ണിക്കും. ഞാനത് കേട്ട് പേടിച്ച് വിറച്ചു പോകുമായിരുന്നു. ഈ ഇരട്ടമുഖിക്ക് ലോകത്ത് പേടിയുള്ള ഒരേ ഒരാളെ ഉള്ളൂ. അത് കുട്ടഞ്ചേരി തിരുമേനിയാണെന്ന് പറഞ്ഞു തന്നതും ഇളയമ്മമാരാ. മനസ്സിലായി. അങ്ങനെ നീലാംബരിയുടെ അമ്മ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരുന്നത് മകൾക്ക് സമ്മാനിച്ചു അല്ലേ? ശരിയാണ് സാർ. കുഞ്ഞുനാളിൽ നീലാംബരി കുസൃതികൾ കാണിക്കുമ്പോൾ സാവിത്രി ഇരട്ടമുഖിയുടെ കഥ പറഞ്ഞ അവളെ പേടിപ്പിച്ച് അനുസരിപ്പിച്ചിരുന്നത്. ഒരിക്കൽ പേടിച്ച് വിറച്ച് നീലാംബരിക്ക് പനി പിടിക്കുക പോലും ഉണ്ടായി. അന്ന് ഞാൻ സാവിത്രിക്ക് കുറേ വഴക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ കേൾക്കെ സാവിത്രി ഈ കഥ പറഞ്ഞിട്ടില്ല. സാർ, അത് ഞാൻ ഇവള് വലിയ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അനുസരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാ. ഓക്കെ, എനിക്ക് മനസ്സിലായി. നീലാംബരിയുടെ അമ്മ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ പല മാതാപിതാക്കന്മാരും കുട്ടികളെ ഇത്തരം കെട്ടുകഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തി അനുസരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ ദോഷവശം ഇവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല. മനോരോഗവുമായി ഡോക്ടറെ സമീപിക്കുന്ന പേഷ്യൻസിൻ്റെ 60%
കുട്ടിക്കാലത്തുണ്ടായ ഇതിന് സമാനമായ മിഥ്യാധാരണകൾ ചെലുത്തിയ സ്വാധീനമായിരുന്നു. സാർ, ഞാൻ മിസ്സിസ് നമ്പൂതിരിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടിക്കാലത്ത് കേൾക്കുന്നതും കാണുന്നതുമായ വിചിത്ര സംഭവങ്ങൾ ദുർബലമായ മാനസികാവസ്ഥയുള്ള കുട്ടികളുടെ മൈൻഡിൽ വലിയ വിള്ളലുകളാവും ഉണ്ടാക്കുക. നീലാംബരിയിൽ സംഭവിച്ചതും ഇതാണ്. ഈ കുട്ടിയുടെ ഉള്ളിൽ അത്രമാത്രം ആഴത്തിലാണ് ഇരട്ടമുഖിയുടെ ചിത്രം പതിഞ്ഞു കിടന്നിരുന്നത്. പക്ഷേ അച്ഛ, ഇരട്ടമുഖിയുടെ കഥയും കാവുമായി എന്ത് ബന്ധം? അത് നീലാംബരിയിലെ ദ്വിതീയ വ്യക്തിത്വം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇരുൾ മൂടിയ അന്തരീക്ഷത്തിലാണ് ഇരട്ടമുഖി കഴിയുക എന്ന് നീലാംബരി കേട്ടിരുന്നു. അവളുടെ മനസ്സ് ഇരുൾ തേടിയ ഇടങ്ങളിൽ അലഞ്ഞു. ചെന്നെത്തിയതോ യക്ഷിക്കാവിലും. ആ കാവിനെ ചുറ്റിയും കുറേ വിചിത്ര കഥകളുണ്ടല്ലോ. അങ്ങനെ നീലാംബരിയിലെ ഇരട്ടമുഖിക്ക് വളരാനുള്ള നല്ല വളക്കൂറുള്ള മണ്ണായി ആ കാവ്. ആ, ഞാനിപ്പോ നന്നായി ഓർക്കുന്നുണ്ടച്ഛ. മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാത്രി പുറത്തേക്ക് ഇറങ്ങിപ്പോയ നീലാംബരി തിരിച്ചു വന്നത് വല്ലാതെ വീർത്തുണ്ടായിരുന്നു. അന്ന് മുതൽക്കാ ഇവളിൽ ഭാവമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇരട്ടമുഖിയുടെ കഥ നീലാംബരിയുടെ ഉള്ളിൽ സുഷുപ്തിയിൽ ആണ്ട് കിടക്കുകയായിരുന്നു. വിജനമായ ഇടനാഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി കറണ്ട് പോയപ്പോൾ അവൾ വല്ലാതെ ഭയന്നുപോയി. ആ നിമിഷം തൊട്ട് നീലാംബരിയിൽ ഉറങ്ങിക്കിടന്ന ഇരട്ടമുഖിയുടെ കഥ ഉഗ്രരൂപം പ്രാപിക്കുകയായിരുന്നു. മനസ്സിൻ്റെ യഥാർത്ഥ ശക്തി അളക്കാൻ കഴിവുള്ള ഒരു യന്ത്രവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ കാണാത്ത, മനസ്സിലാക്കാത്ത എന്തൊക്കെ ശക്തികൾ മൈൻഡിനുണ്ടെന്നറിയാമോ? കുറ്റാക്കൂരിരട്ടത്ത് നീലാംബരി യക്ഷിക്കാവിൽ പോയത് ഈ മനസ്സ് തെളിയിച്ചു കൊടുത്ത അഭൂതപൂർവമായ പ്രകാശം കൊണ്ടായിരുന്നു. കുട്ടികളെ പേടിപ്പിച്ചനുസരിപ്പിക്കാൻ വേണ്ടി യക്ഷി വരും, ഭൂതം വരും, മറുത വരും എന്നൊക്കെ പറയുമ്പോൾ അതിനു പിന്നിൽ ഇത്തരം ഒരു അപകടം പതിയിരിപ്പുണ്ടെന്ന് ഇതുവരെ എനിക്കറിയില്ലായിരുന്നു സാർ. ഇപ്പോൾ അത് മനസ്സിലായല്ലോ. ആ നീലാംബരി, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ താനും വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരമ്മയായി മാറും. ആ സമയത്ത് ഇത്തരം കഥകൾ നീലാംബരി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല സർ. വെരി ഗുഡ്. അങ്ങ് ചെയ്തത് മഹാപുണ്യമാണ് സാർ. ഞങ്ങളുടെ മോളുടെ അസുഖം മാറ്റി തന്നതിന് 1000 നന്ദി. ഏയ്, നന്ദിയൊന്നും ആവശ്യമില്ല മിസ്റ്റർ നമ്പൂതിരി. എനിക്കെൻ്റെ കൃഷ്ണമോളെ പോലെ തന്നെയാണ് നീലാംബരിയും. അവളുടെ അസുഖം ഭേദമാക്കുക എന്നത് എൻ്റെ കടമയല്ലേ? അച്ഛന് നന്ദിയൊന്നും വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് വേണം. അതെന്തിനാ മോളെ? ഈ നീലാംബരിക്ക് ഹോസ്റ്റലിൽ വെച്ച് അസുഖം വരുമ്പോഴെല്ലാം എനിക്കായിരുന്നു ടെൻഷൻ. അതുകൊണ്ട് നന്ദി പറഞ്ഞേ തീരൂ. നിന്നോടുള്ള നന്ദി ഞാൻ പിന്നൊരിക്കൽ വീട്ടിയേക്കാടി. പിന്നീടോ? അതിപ്പോ? നിന്റെ കല്യാണം അടുത്ത മാസമല്ലേ? 2-3 വർഷങ്ങൾ കഴിയുമ്പോ നീ ഒരമ്മയാവും. അപ്പൊ ഞാൻ നിന്നെ തേടി വരും. എന്തിനെന്നോ? എന്തിന്? നിന്റെ കുഞ്ഞിനോട് ഈ ഇരട്ടമുഖിയുടെ കഥ പറയാൻ. എന്താ, അങ്ങനെ പോരെ നന്ദി പ്രകടനം? എടി ഭയങ്കരി, ഈ കഥയുമായി നീ അങ്ങോട്ടെങ്ങാനും കെട്ടിയെടുത്താലുണ്ടല്ലോ, ഞാൻ നിന്റെ തല കൊണ്ട് അടിച്ച് പൊട്ടിക്കും. ആ പറഞ്ഞേക്കാം. നിഴലുറങ്ങും വീഥികൾ നാടകം സമാപിക്കുന്നു. പങ്കെടുത്തവർ ഹരികുമാരൻ തമ്പി, GR നന്ദകുമാർ, നടുവട്ടം സത്യശീലൻ, ഗിരീഷ് സോപാനം, മണികണ്ഠൻ മടവൂർ, അനിൽ കോട്ടയം, നിതുന നെവിൽ, ലിസി ജോസ്, ദുർഗ രാജു. ശബ്ദലേഖന സഹായം നിസാമുദ്ദീൻ M. നാടകരചന സംവിധാന സഹായം ഹരിചന്ദന മഠം രതീഷ് J. അയ്യർ. സംവിധാനം M. രാജീവ് കുമാർ.